എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇവരാരും ഇതേപ്പറ്റി ഈ പറഞ്ഞ ആഷിഖ് കുർണിയനൊക്കെ വന്ന് പല പരിപാടി അടിച്ചിട്ട് പോയി ഇവിടെ. ഗവൺമെന്റ് അർജന്റീനയെ കൊണ്ടുവരുന്നു, മെസ്സിയെ കൊണ്ടുവരുന്നു, നമുക്ക് ഫെസിലിറ്റി. ആഷിഖ് കുർണിയന്റെ ഒക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇന്ത്യൻ ഫുട്ബോൾ പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ പ്രശ്നമാണെന്ന് തോന്നും. ആ രീതിയിലാണ് ആഷിഖ് കുർണിയൊക്കെ സംസാരിച്ചിട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇവരാരും ഇവരൊക്കെ പറയുന്നത് ഓക്കെയാണെന്ന് നമുക്ക് വെക്കാം. എങ്കിൽ പോലും ഇവരാരും എന്തുകൊണ്ട് നാഷണൽ ഗവൺമെന്റിനെ പറ്റി ഒരു അക്ഷരം കിട്ടുന്നില്ല? ഇന്ന് ISL നടക്കോ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ പോലും ഇവരാരും ഒരു അക്ഷരം കിട്ടുന്നില്ല. ഇവരൊക്കെ എന്തെടുക്കുക? ഇവരൊക്കെ എന്ത് പറയുന്നത്? ഇവരുടെ കുറെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന കാര്യമാണത്. ഒരിക്കലല്ല. നമ്മൾ ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് കോർപ്പറേറ്റ്സുകൾ പറയുന്നത് ഞങ്ങൾക്ക് ലാഭകരമല്ല എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വേണ്ട എന്ന് വെച്ചേക്കുന്നത്. അതെടുത്ത് നടത്താനാണ് കോർപ്പറേറ്റ്സ് ഇല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തൂ. ഗവൺമെന്റിനുള്ള പല ഫണ്ടുകളില്ലേ? ഒരു സ്പോർട്സിന് വേണ്ടിയിട്ട് എത്ര ഫണ്ടാണ് മാറ്റി വെക്കുക ഒരു വർഷത്തേക്ക്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഒരു ഐഡിയ ഇല്ല ആർക്കും. സ്പോർട്സിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു സ്പോർട്സിന് ഇത്ര ഫണ്ട് എന്ന് പറയുമ്പോൾ പോലും ക്രിക്കറ്റിന് വേണ്ടി വേറെ ഫണ്ട് മാറ്റി വെക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ സ്പോർട്സിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചാൽ തന്നെ അതിന്റെ ഏറ്റവും കൂടുതൽ ശതമാനം ക്രിക്കറ്റിന്, ബാക്കിയുള്ള ശതമാനം ബാക്കിയുള്ള സ്പോർട്സിനും ആയിരിക്കാം. അപ്പൊ ഫുട്ബോളിന് എത്ര ഫണ്ട് കിട്ടുന്നുണ്ട്? ഫുട്ബോൾ എന്ന് പറയുന്നത് വേൾഡ് ഗെയിമാണ് മച്ചാന്മാരെ. എന്റെ പൊന്നെ മോദിയണ്ണ, എന്റെ പൊന്നെ അണ്ണന്മാരെ. അപ്പൊ ഫുട്ബോൾ നമുക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ക്രിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ സംഭവം ഫുട്ബോൾ ഇവിടെ ഉണ്ടാക്കും. നിങ്ങളതൊന്ന് വിശ്വസിക്കുക, നിങ്ങൾ അതിന് ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ലാഭമായിട്ടുള്ള പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ. നാളെ ഇന്ത്യൻ റെയിൽവേ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യൻ റെയിൽവേ വേണ്ടെന്ന് നോക്കുവോ? എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ലാഭം മാത്രം നോക്കിയിട്ടല്ലല്ലോ ഒരു ഗവൺമെന്റ് ആയാലും ഒരു രാജ്യത്തിന്റെ ആളുകളായാലും നിലകൊള്ളേണ്ടത്. ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു വികസനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫുട്ബോളിന് എന്താ ഇത്രയും എന്താ പറയുക, ഈ ഒരു അവഗണന ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല.